ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പബ്ലിക് ഡെറ്റ് ആൻഡ് ഇറ്റ്സ് റിഡംഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു രാജ്യത്തിൻ്റെ കടവും അത് തിരിച്ചടയ്ക്കാനുള്ള മാർഗ്ഗങ്ങളും. അതൊരു രാജ്യത്തിന് കടം ഉണ്ടാകുന്നത് അതിൻ്റെ വരവിനെക്കാട്ടിലും കൂടുതൽ ചിലവാകുമ്പോഴത്തേക്ക് അത് മീറ്റ് ചെയ്യുന്നതിന് മറ്റു രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ രാജ്യത്തിനകത്തു നിന്നൊക്കെ ഇത് കടം മേടിക്കുന്നു. ഇത് എങ്ങനെയാണ് വീട്ടിൽ തീർക്കുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. പബ്ലിക് ഡെറ്റ് ആൻഡ് ഇറ്റ്സ് റിഡംഷൻ മെത്തേഡ്സ്. നമുക്ക് ആദ്യം പബ്ലിക് ഡെറ്റിൻ്റെ മീനിങ് നോക്കാം. പബ്ലിക് ഡെറ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ബോറോഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ബോറോ ചെയ്യുന്ന, കടം മേടിക്കുന്ന, എവിടെ നിന്ന്, കേന്ദ്രത്തിൽ നിന്നോ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നോ മേടിക്കുന്ന ആ തുക ഫ്രം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. അത് ഇന്റേണൽ സോഴ്സ് ആവാം, എക്സ്റ്റേണൽ സോഴ്സ് ആവാം. അത് രാജ്യത്തിനകത്തു നിന്നുള്ളതാവാം, പുറമേ നിന്നുള്ളതാവാം. ടു മീറ്റ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ, അതിന്റെ ചിലവ് നേരിടുന്നതിനും മീറ്റ് ചെയ്യുന്നതിനും വേണ്ടി അവരുടെ വരവ് തികയാതെ വരുമ്പോഴത്തേക്ക്, ഇൻസഫിഷ്യൻ്റ് ആയി വരുമ്പോഴത്തേക്ക് അവരുടെ ചെലവ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബോറോ ചെയ്യുന്ന മണിയെയാണ് എന്ന് പറയുന്നത് പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത്. ഈ പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ ഡെറ്റും ഉണ്ട്, എക്സ്റ്റേണൽ ഡെറ്റും ഉണ്ട് കേട്ടോ. ഇന്റേണൽ ഡെറ്റ് എന്ന് പറയുന്നത് ബോറോഡ് വിത്തിൻ ദ കൺട്രി. അത് രാജ്യത്തിനകത്തുള്ള ബാങ്കിൽ നിന്ന്, RBIയിൽ നിന്ന്, പബ്ലിക്കിൽ നിന്നൊക്കെ ഗവൺമെന്റ് കടം മേടിക്കും. ഇത് ഇന്റേണൽ ഡെറ്റ് ആണ്. എക്സ്റ്റേണൽ ഡെറ്റ് എന്ന് പറയുന്നത് ബോറോഡ് ഫ്രം ഫോറിൻ ഗവൺമെന്റ്സ്, അതായത് വിദേശ ഗവൺമെന്റിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IMF പോലെയുള്ള, വേൾഡ് ബാങ്ക് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മേടിക്കുന്നതാണ് എക്സ്റ്റേണൽ ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് യൂഷ്വലി റേസ്ഡ് ത്രൂ ബോണ്ടിലൂടെ റേസ് ചെയ്യും. ട്രഷറി ബില്ല്, അത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ RBI ഇഷ്യൂ ചെയ്യുന്ന ഒരു 1 ഇയറിൽ താഴെ മെച്യൂർ ആവുന്ന ഒരു ബില്ലാണിത് കേട്ടോ. അത് ഒരു മോണിറ്ററി ഇൻസ്ട്രുമെന്റ് ആണ്, മണി ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. അപ്പോൾ ട്രഷറി ബില്ല് ആൻഡ് ലോൺസ്, അപ്പം ഇതൊക്കെയാണ്, ഇതിലൂടെയൊക്കെയാണ് ഇത് റേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് റിഡംഷൻ, അതായത് റീപേയ്മെന്റ് ഓഫ് പബ്ലിക് ഡെറ്റ്, ഇതെങ്ങനെയാണ് കൊടുത്തു തീർക്കുന്നത്. ഗവൺമെന്റ് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, അതിൽ വിവിധ മാർഗ്ഗങ്ങളാണ് ഞാൻ പറയാൻ പോണത്. റിഡംഷൻ മീൻസ് ദ മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ടു റീപേ ഓർ റെഡ്യൂസ് ഇറ്റ്സ് ഡെറ്റ് ഓവർ ടൈം. അത് കാലം കടന്നു പോകുന്തോറും ആ മേടിച്ച കടം കുറച്ച് കൊടുത്തു തീർക്കുന്ന, ഗവൺമെന്റ് കൊടുത്തു തീർക്കുന്ന മെത്തേഡാണ് ഈ റിഡംഷൻ എന്ന് പറയുന്നത്. അത് ആദ്യത്തേത് സിങ്കിങ് ഫണ്ട് മെത്തേഡാണ്. ഈ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഗവൺമെന്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൽ വരുന്ന കാര്യങ്ങൾ ഇതാണ്. ഗവൺമെന്റ് സെറ്റ്സ് അസൈഡ് എ ഫിക്സ്ഡ് എമൗണ്ട് എവറി ഇയർ. അതായത് ഒരു നിശ്ചിത എമൗണ്ട് കടം കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് മാറ്റിവെക്കും. ദിസ് ഫണ്ട് അക്യുമുലേറ്റ്സ്, ഇങ്ങനെ മാറ്റിവെച്ച് ഇത് കൂടി ആൻഡ് ഈസ് യൂസ്ഡ് ടു റീപേ ഡെറ്റ് അറ്റ് മെച്യൂരിറ്റി. അത് മെച്യൂരിറ്റി എത്തുമ്പോഴത്തേക്ക് ഇത്, അതായത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് കടം കൊടുത്തു തീർക്കുന്നത് പോലെ. വലിയ തുക ആകുമ്പോൾ കൊടുത്തു തീർക്കും. പിന്നെ ഈ മെത്തേഡിന്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഇറ്റ് എൻഷുവേഴ്സ് പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് റീപേയ്മെന്റ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻഡ് റീപേയ്മെന്റ് സാധ്യമാക്കുന്നു. അതാണ് ഈ മെത്തേഡിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് കൺവേർഷൻ മെത്തേഡാണ്. കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്, അത്രേ ഉള്ളൂ. അതായത് ഈ മെത്തേഡിൽ ഓൾഡ് ഡെറ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ന്യൂ ഡെറ്റ് അറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. അത് പലിശ കുറച്ച് മറ്റൊരു കടം മേടിച്ചിട്ട് ആദ്യം എടുത്ത കടം അതിന് പലിശ കൂടുതലായിരിക്കും, അങ്ങനെ കൊടുത്ത് വീട്ടുന്നത്, അത്രേ ഉള്ളൂ. അത് റെഡ്യൂസസ് ദ ബേർഡൻ ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. അപ്പം ആ ഒരു പലിശ അടയ്ക്കുന്നതിന്റെ ഭാരം കുറയുന്നു. ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് ബോണ്ട്സ് കൺവേർട്ടഡ് ഇൻറ്റു ലോ ഇൻട്രസ്റ്റ് ബോണ്ട്. ഹൈ ഇൻട്രസ്റ്റ് ബോണ്ട് കൺവേർട്ട് ചെയ്ത്, നേരത്തെ പറഞ്ഞ ഒരു റേസ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞില്ലേ, അതിൽ ഹൈ ഇൻട്രസ്റ്റ് ബോണ്ട് മാറ്റിയിട്ട് ലോ ഇൻട്രസ്റ്റ് ഉള്ള ബോണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇതാണ് ഈ മെത്തേഡിൽ വരുന്നത്. അടുത്ത മെത്തേഡാണ് റീഫണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് ബോറോസ് ന്യൂ ലോൺസ് ടു റീപേ ഓൾഡ് ലോൺ. അതായത് നിലനിൽക്കുന്ന ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മീഡിയത്തിൽ നിന്ന് ബോറോ ചെയ്തിട്ട് അത് അടച്ചു തീർക്കുന്നത്. അതായത് കടം വീട്ടുന്ന പ്രവൃത്തി. അതായത് എക്സ്റ്റെൻസ് ദ റീപേയ്മെന്റ് പീരീഡ്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് റീപേയ്മെന്റ് പീരീഡ് കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അതായത് യൂസ്ഫുൾ വെൻ ഇമ്മീഡിയറ്റ് റീപേയ്മെന്റ് ഈസ് ഡിഫിക്കൽട്ട്. പെട്ടെന്ന് റീപേ ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതേ മാർഗ്ഗമുള്ളൂ. മറ്റ് സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തു നിന്നോ കടം മേടിച്ചിട്ട് പഴയ കടം വീട്ടുക, പെട്ടെന്ന് നമുക്ക് കൊടുത്തു തീർക്കാം. അടുത്തത് റിഡംഷൻ ത്രൂ ബഡ്ജറ്റ് സർപ്ലസ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അതായത് ബഡ്ജറ്റ് സർപ്ലസിൽ നിന്ന് വീട്ടുക എന്നുള്ളത്. ഗവൺമെന്റ് യൂസസ് സർപ്ലസ് റവന്യൂ, അതായത് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. അതായത് ചെലവിനെക്കാട്ടിലും കൂടുതൽ വരവ് വരുമ്പോഴത്തേക്ക് ആ പണം ഉപയോഗിച്ച് കടം വീട്ടാം ടു റീപേ ഡെറ്റ്. പക്ഷേ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ, ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇച്ചിരി പ്രയാസകരമാണ്, എന്നാലും നമുക്ക് ചെയ്യാം. കൺസിഡേർഡ് എ ഹെൽത്തി മെത്തേഡ് ബട്ട് റെയർലി പോസിബിൾ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഹെൽത്തി മെത്തേഡ് ആണെങ്കിലും ഡെവലപ്പിംഗ് കൺട്രീസിൽ അത് അത്ര കണ്ട് പോസിബിൾ അല്ല. അടുത്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെവി. അതെന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു മെത്തേഡ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മെത്തേഡാണ്, എന്നാലും ഇതൊരു മെത്തേഡാണ് കേട്ടോ. അതായത് എ വൺ ടൈം ഹെവി ടാക്സ് ഓൺ വെൽത്ത് ഓർ പ്രോപ്പർട്ടി. അതായത് വെൽത്തിന്, ആ ഒരു ആൾക്കാരുടെ കയ്യിലുള്ള സമ്പത്തിന് മേളിൽ ഒരു ഹെവി ആയിട്ട് ടാക്സ് ഈടാക്കും. അപ്പോഴത്തേക്ക് ഒരു വലിയൊരു തുക പിരിഞ്ഞു കിട്ടും ടാക്സിന്റെ രൂപത്തിൽ. അപ്പോൾ യൂസ്ഡ് ഇൻ എമർജൻസീസ്, അതായത് വാർ പോലെയുള്ള എമർജൻസീസിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു ഡെറ്റ് ബേർഡൻ പെട്ടെന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ക്യാപിറ്റൽ ലെവി ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ടെർമിനൽ ആന്യൂറ്റി എന്ന് പറയും.
ടെർമിനൽ ആനുവിറ്റി എന്ന് വെച്ചാൽ ഗവൺമെന്റ് പേസ് എ ഫിക്സ്ഡ് ആനുവൽ എമൗണ്ട്, അത് കൃത്യമായിട്ടുള്ള ഒരു നമ്മളിപ്പോൾ EMI അടച്ച് തീർക്കുന്ന പോലെ ഓക്കെ ആനുവൽ ആയിട്ടുള്ള എമൗണ്ട് ഇൻക്ലൂഡിങ് ബോത്ത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. അത് ഒരു അതിൽ മേടിച്ച പണവും കുറച്ച് പലിശ അടക്കം വർഷാവർഷം അല്ലെങ്കിൽ നിശ്ചിത ടേമിൽ അടച്ചു തീർക്കുന്ന ഒരു ഇതാണ് ടെർമിനൽ ആനുവിറ്റി എന്ന് പറയുന്നത്. ഡെറ്റ് ഈസ് ഗ്രാജുവലി ക്ലിയർഡ് ഓവർ എ പീരീഡ്. അത് ക്രമേണ നമ്മൾ അതൊരു ലോൺ എടുത്തിട്ട് EMI അടച്ചത് കുറയ്ക്കുന്ന പോലെ ഒരു ക്രമേണ ആ ഒരു പിന്നെ ഡെറ്റിന്റെ ഭാരം കുറഞ്ഞു വരും. ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാവുന്നത് പബ്ലിക് ഡെറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് കടം മേടിക്കാതെ പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിന് വികസിത പാതയിലേക്ക് പോകുക എന്നുള്ളത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ബട്ട് പ്രോപ്പർ റിഡംഷൻ മെത്തേഡ്സ് ആർ നെസസറി ടു അവോയ്ഡ് എക്സസീവ് ബേർഡൻ. അതായത് കറക്റ്റ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ 6 മെത്തേഡ് ഞാൻ പറഞ്ഞു, അതിൽ ഏതെങ്കിലുമൊക്കെ മെത്തേഡ് അവലംബിച്ചിട്ട് ഈ കടം അടച്ച് തീർത്തേ പറ്റൂല, എന്നുണ്ടെങ്കിൽ ആ രാജ്യം പെട്ടു. ഓക്കെ, ഒരു ബേർഡൻ ഉണ്ടാവും ആർക്ക്? ഫ്യൂച്ചർ ജനറേഷൻ, വരും തലമുറയ്ക്ക്. ആൻഡ് മെയിൻറ്റെയിൻ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഫ്യൂച്ചർ ജനറേഷന് ആ ഒരു ഭാരം അനുഭവപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഇത് അടച്ചു തീർത്തേ പറ്റൂ. ഇതാണ് എൻ്റെ കൺക്ലൂഷനായിട്ട് പറയാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.